സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2025 കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആണ്. പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് 2025 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. NVS-02 എന്ന ഉപഗ്രഹ വിക്ഷേപണമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണം. ഇനി NVS-02 ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മലയാളിയായ തോമസ് കുര്യൻ ആണ്. അടുത്ത ചോദ്യം, പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ സായുധ സേനയുടെ പരിഷ്കാരങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ സായുധ സേനയുടെ പരിഷ്കാരങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചത് 2025. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. അടുത്തത്, ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണനാണ്. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. പുസ്തകത്തിന്റെ പേര് അർബൻ വേട്ട. രചിച്ചത് A. സജികുമാർ ആണ്. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? A. സജികുമാർ. 2025 നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പേരെന്തായിരുന്നു? 2025 നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പേര് MT നീള. ഗുജറാത്തിൽ നിലവിൽ വരുന്ന 34ാമത്തെ ജില്ലയാണ് വാവ് തരാദ് എന്നത്. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം. ദൃശ്യമായത് ജനുവരി 4 സൂര്യൻ ഭൂമിയോട് അടുത്തു നിൽക്കുന്നതിനാൽ സൂര്യൻ സാധാരണയേക്കാൾ വലിപ്പമുള്ളതായിട്ട് കാണപ്പെടുന്നു എന്നാണ് 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ജനുവരി 4. പെരിഹീലിയൻ ഡേ 2025 ഏതാണ്? ജനുവരി 4. 2025 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് S. ജയചന്ദ്രൻ. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാർക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ്? KS മണിലാൽ ആണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാർക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 148ാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്. 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 148. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ അർമാൻഡോ ആഗ്നലോ കൊളോസോ,
ഫുട്ബോൾ കോച്ച്. അതുപോലെ എസ് മുരളീധരൻ ബാഡ്മിൻ്റൺ. ഇവർ രണ്ടുപേർക്കാണ് 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായത്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്നതാണ് ദ്രോണാചാര്യ പുരസ്കാരം. ദ്രോണാചാര്യ പുരസ്കാരം ആർക്കാണ് ലഭിക്കുന്നത്? മികച്ച കായിക പരിശീലകർക്കാണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 2024 ദ്രോണാചാര്യ പുരസ്കാരം ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായ ഒരു രണ്ടുപേരാണ് അർമാൻഡോ ആംഗലോ കൊളോസോ, അതുപോലെ എസ് മുരളീധരൻ. ഇനി 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ എസ് മുരളീധരനാണ്. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? എസ് മുരളീധരനാണ്. ഏത് മേഖലയാണ്? ഏതാണ്? ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റൺ. അതുപോലെ 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ കോച്ച് ആര് എന്ന് ചോദിച്ചാൽ അർമാൻഡോ ആഗ്നെലോ കൊളോസോ. അടുത്തത് 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ. മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹമായവർ ആരൊക്കെയാണ്? 3 പേരാണ്. സുഭാഷ് റാണ പാരാഷൂട്ടിംഗ് താരം, ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ് താരം, സന്ദീപ് സാങ്വാൻ ഹോക്കി. 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹരായവർ 3 പേരാണ്. സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സാങ്വാൻ. ഇവിടെ നമ്മൾ നോക്കിയത് 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവരാണ്. അടുത്ത ചോദ്യം, 2024 അർജുന ആജീവനാന്ത പുരസ്കാര ജേതാക്കളാണ് സുജാ സിംഗ്, മുരളീകാന്ത്, രാജാറാം പേദ്കർ. സുജാ സിംഗ് അത്ലറ്റിക്സ് ആണ്. മുരളീകാന്ത് രാജാറാം പേദ്കർ പാരാ സ്വിമ്മിംഗ് താരമാണ്. 2024 അർജുന ആജീവനാന്ത പുരസ്കാര ജേതാക്കളാണ് സുജാ സിംഗ്, മുരളീകാന്ത്, രാജാറാം പേദ്കർ എന്നിവർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? പുരസ്കാരത്തിന്റെ പേര് മുബാറക് അൽ കബീർ പുരസ്കാരം. ഏത് രാജ്യത്തിൻ്റെതാണ്? കുവൈറ്റ് രാജ്യത്തിൻ്റെതാണ്. പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരമാണ് മനോരഥം. കവിതാ സമാഹാരത്തിന്റെ പേര് മനോരഥം. ആരുടേതാണ്? കലാമണ്ഡലം ഗോപി. 2025 ജനുവരിയിൽ പുറത്തുവിട്ട IQ എയർ ക്വാളിറ്റി സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ലാഹോറാണ്. പാകിസ്ഥാനിലെ ലാഹോറാണ് ലോകത്തെ ഏറ്റവും മലിനമായ നഗരം. പാകിസ്ഥാനിലെ ലാഹോർ. 2025 ജനുവരിയിൽ പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി. പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ്. രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ് 2025 ജനുവരിയിൽ പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി. രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. വേൾഡ് ഓഡിയോ വിഷൻ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വേവ്സ് 2025 അതായത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന
ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായതാരാണ്? കാമ്യ കാർത്തികേയനാണ്. കാമ്യ കാർത്തികേയൻ. സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ സംസ്ഥാനം കേരളമാണ്. സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ സംസ്ഥാനം കേരളം. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലിയാണ്. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററാണ് ആർ വൈശാലി. അടുത്ത ചോദ്യം, 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണ്? 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണ്? അത്ലറ്റിക്സ് ആണ്. അത്ലറ്റിക്സ്. മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിന്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റ് കെല്ലി. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിന്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റാണ് കെല്ലി. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളറാണ് ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറ. 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രം. സന്തോഷ്. ചിത്രത്തിന്റെ പേര് സന്തോഷ്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി ആരാണ്? 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി. രാമകൃഷ്ണൻ ശിവസ്വാമി. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ. പദ്ധതിയുടെ പേര് സമന്വയ. US ജനപ്രതിനിധി സഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തത്. US ജനപ്രതിനിധി സഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തത് മൈക്ക് ജോൺസണെയാണ്. മൈക്ക് ജോൺസൺ. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ISRO. 31ാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി. 31ാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി ഭോപ്പാൽ. ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധവനങ്ങൾ എന്ന ഡോക്യുമെന്ററി ആരുടേതാണ്? ഡോക്യുമെന്ററിയുടെ പേര് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധവനങ്ങൾ. ഡോക്യുമെന്ററി വേണു നായരുടേതാണ്. വേണു നായർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരമാണ്. 2025 ജനുവരിയിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞനാണ് രാജഗോപാല ചിദംബരം. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത്. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്രയാണ്. KS ചിത്ര. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാറിനാണ്. ജഗതി ശ്രീകുമാർ. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് വിലാസിനി
എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്. ഉച്ചാടനം എന്ന നോവൽ ആരുടേതാണ്? എ നസീറ. ഉച്ചാടനം എന്ന നോവലിനാണ് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. കെ ജയകുമാർ. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് തൃശൂർ ജില്ലയാണ്. 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് ആരാണ്? തൃശൂർ ജില്ല. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ CRPFന്റെ മേധാവിയായിട്ട് നിയമിതനായത് വിതുൽ കുമാർ ആണ്. വിതുൽ കുമാർ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായിട്ട് നിയമിതനായത് വിതുൽ കുമാർ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിതനായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിതനായത് തോംസൺ ജോസ്. തോംസൺ ജോസ്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വർ. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദിയായത് ഭുവനേശ്വർ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. ബ്രിക്സ് കൂട്ടായ്മയിൽ 2025 ജനുവരിയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. 2024-25 ഇന്ത്യയുടെ DGP വളർച്ച എത്ര ശതമാനമാണ്? 6.4%. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ്? ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ CR450. CR450. തിരഞ്ഞെടുത്ത 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.